അസ്സലാമു അലൈക്കും. റംദാൻ മുബാറക്. ഇന്ന് നമുക്ക് റമദാനൊക്കെ ആയിട്ട് ഒരു അടിപൊളി, അതായത് മസാലയൊന്നും അധികം ഇല്ലാത്തൊരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മൾ ചിക്കൻ അടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഡൗൺ വേണം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുക്കാം. ഫില്ലിങ്സിനായിട്ട് വേണ്ട 2 ഓണിയൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് അധികം മസാലയൊന്നും ഇല്ല. ഇതിലേക്ക് നമ്മൾ വെറും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ ക്രഷ് ചെയ്തിട്ടുള്ളത് ഇടാം. ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്നാക്കിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ മാവൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ അടപ്പോ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഹാർഡായിട്ട് പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ആ ഒരു അടയാളം വരുന്ന രീതിക്ക് മാത്രം. എന്നിട്ട് നമ്മുടെ ഫില്ലിങ്ങിന് 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ റൗണ്ടിലും നമ്മളുടെ മസാല ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു നമ്മൾ നേരത്തെ പരത്തിയ ഒരു മാവ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഏത് പാത്രം വെച്ചാണോ യൂസ് ചെയ്തത് ഇങ്ങനെ മുറിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഷേപ്പാക്കാൻ, അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയി കിട്ടും. ഇതുപോലൊരു റൗണ്ടിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇതിൽ സൈഡിലൊന്നും നമ്മളുടെ മസാല പുറത്തേക്കൊന്നും വരില്ല. ഞാൻ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായി വന്നപ്പോൾ ഞാൻ നമ്മളുടെ അട ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇതുപോലൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓയിലിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് അധികം മസാലയൊന്നും ഇല്ലാതെ നമുക്ക് ഇഫ്താറിന് ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ചിക്കൻ അടയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മൈൽഡ് ഫ്ലേവറാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഒലി ഫുഡ് ക്രിയേഷൻസ്.